തൃശൂർ പൂരം കലക്കിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. തൃശൂരിൽ കമ്മീഷണർ അഴിഞ്ഞാടുകയായിരുന്നുവെന്നും സതീശൻ. ഒരു വർഷം മുമ്പ് പെൺകുട്ടിയെ പീഡിപ്പിച്ച വൈദികനെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തു. മാള പ്ലാവിൻമുറി ദേവാലയ വികാരിയായിരുന്ന റീസ് വടാശ്ശേരിക്കെതിരെയാണ് മാള പോലീസ് കേസെടുത്തത്. കേരള വിഷൻ സംരംഭക കൺവെൻഷൻ സെപ്റ്റംബർ 5-ന് തൃശൂർ ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കും. ഈ സാമ്പത്തിക വർഷത്തിൽ 5 ലക്ഷം വീതം ബ്രോഡ്ബാൻഡ് ഡിജിറ്റൽ കേബിൾ TV വരിക്കാരെ കണ്ടെത്തുകയാണ് ലക്ഷ്യം. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തൃശൂർ പൂരം കലക്കിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. BJPയെ സഹായിക്കാനാണ് തൃശൂർ പൂരം കലക്കിയത്. തൃശൂരിൽ കമ്മീഷണർ അഴിഞ്ഞാടുകയായിരുന്നുവെന്നും സതീശൻ പറഞ്ഞു. തൃശൂർ പൂരം കലക്കിയതാണ് പോലീസ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടുകൂടി BJPയെ സഹായിക്കാൻ തൃശൂർ പൂരം കലക്കിയ ഒരു ഹൈന്ദവ വികാരം ഉണ്ടാക്കി BJPയെ സഹായിക്കാൻ വേണ്ടി മനഃപൂർവ്വമായി ചെയ്ത ഗുണയാണ്. ഒരു നടപടിയെടുത്തില്ലല്ലോ. അതിനകത്ത് രാവിലെ മുതൽ പിറ്റേ ദിവസം വെളുപ്പിന് വരെ അഴിഞ്ഞാടിയെന്നാ പറയണത്. ഈ കമ്മീഷണർ അഴിഞ്ഞാടിയ ആ ജില്ലയിൽ 2 മന്ത്രിമാരുണ്ടായിരുന്നു. അവര് ചോദ്യം ചെയ്തോ? ഈ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ, അതേ ഉറങ്ങിക്കിടക്കുമല്ലോ. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് അടിയന്തരമായി പുറത്തുവിടണമെന്ന് മുൻ മന്ത്രി VS സുനിൽകുമാർ ആവശ്യമുന്നയിച്ച് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകും. പൂരം കലക്കാൻ നേതൃത്വം നൽകിയവർ ആരായാലും അത് പുറത്തുവരണമെന്നും സുനിൽകുമാർ പറഞ്ഞു. ADGP അജിത് കുമാറിന് പങ്കുണ്ടോ എന്നുള്ളതെ സംബന്ധിച്ച് എനിക്ക് വ്യക്തമായ വിവരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ അൻവർ പറഞ്ഞ കാര്യങ്ങളല്ലാതെ എൻ്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറയാനുള്ളത്, തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ആ പൂരം അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. ഒരു ചടങ്ങുകളിൽ അതുവരെ പങ്കെടുക്കാതിരുന്ന BJP സ്ഥാനാർത്ഥി നാടകീയമായ ആ സമയത്ത് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ളത് കൂട്ടി വായിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചന എല്ലാവർക്കും മനസ്സിലാവും. എന്ന് മാത്രമല്ല, പൂരം അലങ്കോലപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചത് സർക്കാരാണെന്നും അതിൻ്റെ പിന്നിൽ LDF ആണെന്നും പ്രചരണം നടത്തി അന്നത്തെ LDF സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്കെതിരെയും അല്ലെങ്കിൽ LDFനെതിരെയും ജനവികാരം തിരിച്ചുവിടാൻ വേണ്ടി ശ്രമിച്ച ആളുകളാണ് അന്നത്തെ BJPയും അവിടുത്തെ RSS ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ. PV അൻവറിന്റെ ആരോപണത്തിൽ പ്രതികരിച്ച് BJP നേതാവ് ശോഭ സുരേന്ദ്രൻ. M ശിവശങ്കറിനെ പോലെ ADGP അജിത് കുമാറിനെ വളർത്തുകയാണ് മുഖ്യമന്ത്രി. കേസന്വേഷണം CBIക്ക് വിടാൻ തയ്യാറല്ലെങ്കിൽ ഭരണം ആരുടെ കയ്യിലാണെന്ന് കേരള മുഖ്യമന്ത്രി ജനങ്ങളോട് പറയണം, ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. ഈ ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്നത് ആരാണ് എന്നറിയാൻ കേരളത്തിലെ സമൂഹത്തിന് ആഗ്രഹമുണ്ട്. ഈ നിയന്ത്രണ ശക്തികളിൽ ഒരാളല്ലേ മിസ്റ്റർ PV അൻവർ? ഈ PV അൻവറിലൂടെയല്ലേ ADGPയുടെ ആസ്തിയെക്കുറിച്ചുള്ള വിവരം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നത്. ശിവശങ്കരനെ പോലെ 2ാം ശിവശങ്കരനാണ് ADGP അജിത് കുമാർ. അപ്പം ശിവശങ്കരനെ പോലെ അജിത് കുമാറിനെ എത്തിച്ചതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചവർ, ഇവരിൽ മാത്രം അന്വേഷണം ഒതുങ്ങിയാൽ മതിയോ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇപ്പോഴും ഈ നിമിഷവും മാഫിയയല്ല മിസ്റ്റർ പിണറായി വിജയൻ എങ്കിൽ, മാർക്സിസ്റ്റ് ആണെങ്കിൽ ഈ അന്വേഷണങ്ങൾ CBIയെ ഏൽപ്പിക്കാൻ വേണ്ടി തയ്യാറാകണം. ഇത്രയും നെറികേടുകൾ കേരളത്തിൽ നടന്നിട്ടും CPIയുടെ ബിനോയ് വിശ്വം മൗനം പാലിക്കുകയാണ്. ഒരു വർഷം മുമ്പ് പെൺകുട്ടിയെ പീഡിപ്പിച്ച വൈദികനെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തു. മാള പ്ലാവിൻമുറി ദേവാലയ വികാരിയായിരുന്ന റീസ് വടാശ്ശേരിക്കെതിരെയാണ് മാള പോലീസ് കേസെടുത്തത്. പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് ശേഷം ഇയാൾ നിരന്തരമായി മെസ്സേജ് അയച്ച് ശല്യം ചെയ്തതായും പരാതിയുണ്ട്. മാള പ്ലാവിൻമുറി ദേവാലയ വികാരിയായിരുന്ന റീസ് വടാശ്ശേരിക്കെതിരെയാണ് മാള പോലീസ് പോക്സോ നിയമപ്രകാരം കേസെടുത്തത്. 2023 വികാരിയായിരുന്ന റീസ് വടാശ്ശേരി പെൺകുട്ടിയെ പീഡിപ്പിച്ചതെന്ന് പറയുന്നു. തുടർന്ന് ഇയാൾ പെൺകുട്ടിയെ നിരന്തരമായി ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് മാനസികമായി തകർന്ന പെൺകുട്ടി സുഹൃത്തുക്കളോട് വിവരങ്ങൾ പറയുകയും അവർ പെൺകുട്ടികളുടെ മാതാപിതാക്കളെ വിവരം അറിയിക്കുകയുമായിരുന്നു. 3 ദിവസം മുൻപാണ് FIR രജിസ്റ്റർ ചെയ്തത്.
റീസ് 1 വർഷം മുമ്പ് ചന്ദ്രാപിന്നി പള്ളിയിലേക്ക് സ്ഥലം മാറിപ്പോയിരുന്നു. പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് ശേഷം ഇയാൾ നിരന്തരമായി മെസ്സേജ് അയച്ച് ശല്യം ചെയ്തതായും പരാതിയുണ്ട്. മീഡിയ ടൈം, മാള. കേരള വിഷൻ സംരംഭക കൺവെൻഷൻ സെപ്റ്റംബർ 5-ന് തൃശൂർ ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കും. ഈ സാമ്പത്തിക വർഷത്തിൽ 5 ലക്ഷം വീതം ബ്രോഡ്ബാൻഡ് ഡിജിറ്റൽ കേബിൾ TV വരിക്കാരെ കണ്ടെത്തുകയാണ് ലക്ഷ്യം. ഇതിന്റെ ഭാഗമായിട്ടാണ് ഏകദിന സംരംഭക കൺവെൻഷൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ സാമ്പത്തിക വർഷത്തിൽ 5 ലക്ഷം വീതം ബ്രോഡ്ബാൻഡ് ഡിജിറ്റൽ കേബിൾ TV വരിക്കാരെ കണ്ടെത്തുകയാണ് കൺവെൻഷന്റെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായിട്ടാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 1500 കേബിൾ TV സംരംഭകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഏകദിന സംരംഭക കൺവെൻഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരിക്കാരുള്ള 5ാമത്തെ സേവനദാതാവായി കേരള വിഷൻ ഡിജിറ്റൽ TVയും 7ാമതെത്തിയ കേരള വിഷൻ ബ്രോഡ്ബാൻഡും സംസ്ഥാനത്ത് 1ാമതെത്തിയത് ഈ സംരംഭകത്വ മാതൃകയുടെ ഫലമായിട്ടാണ്. ഇന്ത്യയിൽ ഗ്രാമീണ മേഖലയിൽ BSNL കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കൾക്ക് ഫൈബർ വഴി ഇന്റർനെറ്റ് സേവനങ്ങൾ എത്തിച്ചതും ഈ സംസ്ഥാനത്തു മാത്രം പ്രവർത്തിക്കുന്ന കേരള വിഷനാണ്. കേരള സമൂഹത്തിന്റെ വിശ്വാസവും അകമഴിഞ്ഞ പിന്തുണയും നേടാൻ കേരള വിഷന് സാധിച്ചതുകൊണ്ടാണ് രാജ്യവ്യാപകമായി പ്രവർത്തിക്കുന്ന വൻ മൂലധന കമ്പനികളുടെ കടുത്ത മത്സരങ്ങളെ അതിജീവിച്ചുകൊണ്ട് COAയുടെ സംരംഭങ്ങൾക്ക് ഈ നേട്ടങ്ങൾ സ്വായത്തമാക്കാൻ കഴിഞ്ഞതെന്നും COA ജനറൽ സെക്രട്ടറി PB സുരേഷ്, കേരള വിഷൻ ചെയർമാൻ K ഗോവിന്ദൻ, KCCL MD PP സുരേഷ് കുമാർ, ഇൻഫോമീഡിയ മാനേജിംഗ് എഡിറ്റർ KV രാജൻ, COA തൃശൂർ ജില്ലാ സെക്രട്ടറി P ആന്റണി എന്നിവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. തൃശൂർ MLA K ബാലചന്ദ്രൻ കേരള വിഷൻ OTT പ്ലാറ്റ്ഫോമിന്റെ കൊമേഴ്സ്യൽ ലോഞ്ചിംഗ് നിർവഹിക്കും. തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ് ആശംസാ പ്രസംഗം നടത്തും. ഇസാബ് ബാങ്കിന്റെ MD പോൾ തോമസ് സംരംഭകർക്ക് മുന്നിലുള്ള വെല്ലുവിളികളും സാധ്യതകളും എന്ന വിഷയത്തിൽ സംസാരിക്കും. കേരള വിഷൻ ഡിജിറ്റൽ TV, ബ്രോഡ്ബാൻഡ് സർവീസ് എന്നിവയിൽ നടപ്പാക്കിയ ആധുനികവൽക്കരണങ്ങളും ഫീച്ചറുകളും കൺവെൻഷൻ ചർച്ച ചെയ്യും. ഇതോടൊപ്പം സംരംഭകർക്കായുള്ള ബിസിനസ് ടെക്നിക്കൽ പ്രസന്റേഷനുകളും ഉണ്ടായിരിക്കും. പ്രവേശനം മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് മാത്രമായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. മീഡിയ ടൈം, തൃശൂർ. കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ നിന്ന് മോഷണം പോയ ബസ് കണ്ടെത്തി. ബസിന്റെ പഴയ ഡ്രൈവർ ഷംനാഥാണ് ബസ് കടത്തിക്കൊണ്ടുപോയത്. കുന്നംകുളം ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഷോണി ബസ്സാണ് മോഷണം പോയത്. ഇന്ന് പുലർച്ചെ 4:10-നാണ് ബസ് മോഷണം പോയ വിവരം ഉടമ അറിയുന്നത്. 4:13-ന് ബസ് കുന്നംകുളം പഴയ സ്റ്റാൻഡിന് മുൻപിലെ CCTV ക്യാമറയിലും 4:19-ന് ചാട്ടുകുളത്തെ CCTV ക്യാമറയിലും മോഷ്ടാവ് ബസ് ഓടിച്ചു പോകുന്നതിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. പുലർച്ചെ ബസ് ഉടമ ഷോണി പുതിയ ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്ത് ബസ് എടുക്കാൻ എത്തിയപ്പോഴാണ് ബസ് കാണാതായത്. തുടർന്ന് കുന്നംകുളം പോലീസിൽ പരാതി നൽകി. കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിൽ മേഖലയിലെ CCTV ക്യാമറകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് മോഷ്ടാവിനായി അന്വേഷണം ആരംഭിച്ചിരുന്നു. ഇതിനിടയിലാണ് പഴയ ഡ്രൈവർ തന്നെ പിടിക്കപ്പെട്ടേക്കാമെന്ന ആശങ്കയെ തുടർന്ന് ബസ് ഗുരുവായൂർ മേൽപ്പാലത്തിനു കീഴിൽ ഉപേക്ഷിക്കുകയായിരുന്നു. അതേസമയം രാത്രിയിൽ മറ്റ് യാത്രാമാർഗങ്ങൾ ഇല്ലാത്തതിനാലാണ് ബസ് എടുത്തുകൊണ്ടുപോയതെന്ന് ഡ്രൈവർ പോലീസിന് മൊഴി നൽകി. പ്രതി മദ്യലഹരിയിലാണോ എന്ന് പരിശോധിച്ചു വരികയാണ് പോലീസ്. മീഡിയ ടൈം, തൃശൂർ. നിരവധി കവർച്ച, മോഷണം, അടിപിടി തുടങ്ങിയ കേസുകളിലെ പ്രതിയെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുരുവായൂർ പാലയൂർ കറുപ്പംവീട്ടിൽ ഷവാദാണ് പിടിയിലായത്. ചാലക്കുടി പനമ്പള്ളി കോളേജിന് സമീപത്ത് നിന്നുമാണ് ഇയാളെ നാട്ടുകാരുടെ സഹായത്തോടെ പിടികൂടിയത്. പോലീസ് നർക്കോട്ടിക്സ് ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേന മോഷ്ടിച്ച ബൈക്കിൽ മാരകായുധവുമായി കറങ്ങി നടന്ന് അന്യസംസ്ഥാന തൊഴിലാളികളെ ആക്രമിച്ച് പണം തട്ടിയ സംഭവത്തിലാണ് ഫവാദിനെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തത്. മറ്റത്തൂരിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വീട്ടിലെത്തി വ്യാജ ഐഡന്റിറ്റി കാർഡ് കാണിച്ച് ലഹരി വസ്തുക്കൾ ഉണ്ടോ എന്ന് പരിശോധന നടത്തുന്ന വ്യാജേന തൊഴിലാളികളെ മർദ്ദിച്ച പണവും ഫോണും ഇയാൾ കൈവശപ്പെടുത്തുകയായിരുന്നു. ചാലക്കുടി പനമ്പള്ളി കോളേജിന് സമീപത്ത് നിന്നാണ് ഇയാളെ നാട്ടുകാരുടെ സഹായത്തോടെ പിടികൂടിയത്. കൊടകര പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ PK ദാസ്, ASI സജു പൗലോസ്, സിവിൽ പോലീസ് ഓഫീസർ ശ്രീജിത്ത് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. മീഡിയ ടൈം, കൊടകര. കാർഷിക സംസ്കൃതി വീണ്ടെടുക്കാൻ കടമ്പൻ മൂത്താൻ യാത്ര തുടങ്ങി. സെപ്റ്റംബർ 7 മുതൽ കളമശ്ശേരി ചാക്കോള പവനിയിൽ നടക്കുന്ന കാർഷിക മേളയുടെ പ്രചരണാർത്ഥമാണ് കടമ്പൻ മൂത്താൻ ഇറക്കി പ്രചരണം ആരംഭിക്കുന്നത്. 1.5 മണിക്കൂർ ദൈർഘ്യമുള്ളതാണ് കടമ്പൻ മൂത്താൻ സംഗീത നാടകം. കൈവിട്ടുപോയ കാർഷിക സമൃദ്ധിയെ തിരിച്ചുപിടിക്കാൻ കലയും കാർഷിക സമൃദ്ധിയും സമന്വയിപ്പിച്ച് കളമശ്ശേരി നിയോജക മണ്ഡലത്തിലെ
കാർഷിക ഗ്രാമങ്ങളിലൂടെ ആടിയും പാടിയും നാട്ടറിവുകൾ പകർന്നും കടമ്പൻ മുത്താന്റെ പ്രയാണം ആരംഭിച്ചു. കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയുടെ ഭാഗമായി സെപ്റ്റംബർ 7 മുതൽ കളമശ്ശേരി ചാക്കോള പവലിയനിൽ നടക്കുന്ന കാർഷിക മേളയുടെ പ്രചരണാർത്ഥമാണ് കടമ്പൻ മുത്താനെ ഇറക്കി പ്രചരണം ആരംഭിച്ചിരിക്കുന്നത്. 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള കടമ്പൻ മുത്താൻ സംഗീത നാടകം അരമണിക്കൂറാക്കി ചുരുക്കിയാണ് തിരുവനന്തപുരം ഓർഗാനിക് തിയേറ്റർ അവതരിപ്പിക്കുന്നത്. കൈരളി ചാനൽ മുൻ സീനിയർ പ്രൊഡ്യൂസറായിരുന്ന NS സുധീർ സംവിധാനം നിർവഹിച്ചിട്ടുള്ള കടമ്പൻ മുത്താനിൽ കടമ്പൻ മുത്താനായി പ്രധാന വേഷം ചെയ്യുന്നതും സുധീറാണ്. ഷെരീഫ് പാങ്ങോടാണ് നാടകരചന. സനിൽ ഡാലുമുഖം ഗാനങ്ങൾ രചിച്ചിരിക്കുന്നു. രാജൻ പെരുമ്പഴുതരാണ് സംഗീതം പകർന്നിട്ടുള്ളത്. കൂടാതെ സിദ്ദിൽ തുളസി, ടി ജയദാസ്, രാജേഷ് കാവണിയും ഇദ്ദേഹത്തിൻ്റെ മകൾ ആവണിയും വേഷമിടുന്നു. കൃഷിക്കൊപ്പം കളമശ്ശേരി കോർഡിനേറ്റർ MP വിജയനാണ് ഓരോ കേന്ദ്രങ്ങളിലെയും മുഖ്യ പ്രഭാഷകൻ. മീഡിയ ടൈം, പറവൂർ. ഇനി നാട്ടിൽ നടന്നത്. ഒളിവിലായിരുന്ന മോഷണക്കേസ് പ്രതി അറസ്റ്റിൽ. നിരവധി കളവ് കേസുകളിൽ പ്രതിയായ മാളം മടത്തുംപടി സ്വദേശി വാഴക്കുട്ടത്തിൽ സന്തോഷിനെയാണ് ആളൂർ ഇൻസ്പെക്ടർ KM ബിനീഷും സംഘവും പിടികൂടിയത്. ഒളിവിലായിരുന്ന ഇയാൾക്കെതിരെ വാറന്റ് നിലവിലുണ്ടായിരുന്നു. ചെറുപ്പം മുതൽ തന്നെ കളവ് കേസുകളിൽ പ്രതിയായ ഇയാൾ ആളൂർ, പുത്തൻവേലിക്കര സ്റ്റേഷനുകളിൽ പിടികിട്ടാപ്പുള്ളിയാണ്. പോത്ത് മോഷണം, ഇരുചക്ര വാഹന മോഷണം, കള്ള് ഷാപ്പുകൾ, അമ്പലം പള്ളി മോഷണങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ കുത്തിത്തുറന്ന് മോഷണം എന്നീ കേസുകളിൽ പ്രതിയാണ്. മാള അഷ്ടമിച്ചിറ ജംഗ്ഷനിലും പരിസരങ്ങളിലുമായി 6ഓളം തെരുവ് നായ്ക്കളെ ചത്ത നിലയിൽ കണ്ടെത്തി. കഴിഞ്ഞ മാസം അഷ്ടമിച്ചിറയിൽ വനിതാ ഡോക്ടറെ ആക്രമിച്ചതിനെ തുടർന്ന് വാക്സിനേഷൻ നൽകി ബ്ലോക്ക് പഞ്ചായത്തിന്റെ മൃഗാശുപത്രിയിൽ നിരീക്ഷണത്തിലിരിക്കെ രക്ഷപ്പെട്ടു പോയ തെരുവ് നായ ഉൾപ്പെടെ 6ഓളം തെരുവ് നായ്ക്കളെയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. എങ്ങനെയാണ് നായ്ക്കൾ ചത്തതെന്ന വിവരം ലഭ്യമായിട്ടില്ല. എന്തായാലും ആക്രമണകാരികളായ നായ്ക്കൾ ചത്തതിൽ പ്രദേശവാസികൾ ആശ്വാസത്തിലാണ്. അന്നമനട കാടുകുറ്റി പഞ്ചായത്തുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര മുളദിനാഘോഷത്തിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു. പുഴയോരങ്ങളുടെ സംരക്ഷണാർത്ഥം മുളത്തൈകൾ നടുന്നതിന് മുന്നോടിയായി പാലിശ്ശേരി SNDP ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന സെമിനാറിൽ വനമിത്ര അവാർഡ് ജേതാവ് VK ശ്രീധരൻ വിഷയാവതരണം നടത്തി. വാളൂർ NSS ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ ദീപു മംഗലത്ത് പരിപാടികൾ വിശദീകരിച്ചു. ഫീൽഡ് വിസിറ്റ് നടത്തി സംരക്ഷണം ആവശ്യമുള്ള പുഴയോരങ്ങളിൽ മുളത്തൈകൾ വാങ്ങി നടാൻ തീരുമാനിച്ചു. അന്നമനട പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു സതീശൻ അധ്യക്ഷത വഹിച്ചു. വയനാടിനായി എറിയാട് സർവീസ് സഹകരണ ബാങ്ക് ധനസഹായം നൽകി. എറിയാട് സർവീസ് സഹകരണ ബാങ്ക് 2 ലക്ഷം രൂപയും ജീവനക്കാരുടെ ഒരു ദിവസത്തെ ശമ്പളവും ET ടൈസൺ MLAക്ക് ബാങ്ക് പ്രസിഡന്റ് S മുജീബ് റഹ്മാൻ കൈമാറി. ബാങ്ക് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK സക്കീർ ഹുസൈൻ, ഡയറക്ടർമാരായ PA മുഹമ്മദ് സഗീർ, KR റാഫി, EA നജീബ്, KA നാസർ, അജീഷ് തൈത്തറ, ബാങ്ക് സെക്രട്ടറി AS റാഫി, സഹകരണ സംഘം യൂണിറ്റ് ഇൻസ്പെക്ടർ അബി, ബാങ്ക് ജീവനക്കാരുടെ പ്രതിനിധികളായ CP തമ്പി, NS സലിമുദ്ദീൻ, മുഹമ്മദ് സാബിക് തുടങ്ങിയവർ സംബന്ധിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ്, വനിതാ വിങ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ നടന്നു. ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം നിർവഹിച്ചു. KVVES കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം വനിതാ വിങ് ചെയർപേഴ്സൺ CC അനിത അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ, യൂത്ത് വിങ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം ചെയർമാൻ വിനോദ് കക്കറ, ജോയ് മുത്തേടൻ, പവിത്രൻ, KA നജാബ്, MK അബി, ഷൈന ജോർജ്, MB സേതു, ഭാഗ്യനാഥ്, രാജീവൻ പിള്ള എന്നിവർ സംസാരിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ടും പറവൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പറവൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം DCC സെക്രട്ടറി KA അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് MS റെജി, വടക്കേക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഫ്രാൻസിസ് വലിയ പറമ്പിൽ, രമേശ് D കുറുപ്പ്, പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുറാണി, മോഹനൻ, MK രാജു, ഷൈജൻ, മുനിസിപ്പൽ ചെയർമാൻ ബീന, ഷാരോൺ പനക്കൽ എന്നിവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാടുകുറ്റി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ
കാടുകുറ്റി സപ്ലൈകോ മാവേലി സ്റ്റോറിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കുക, വിലക്കയറ്റം തടയുക, കരിച്ചന്തയും പൂഴ്ത്തിവയ്പും അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ ധർണ KPCC മെമ്പർ ഷോൺ പല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് തോമസ് ഐ കണ്ണത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമഠത്തിൽ, പാർലമെന്ററി പാർട്ടി ലീഡർ മോളി തോമസ്, രാഹുൽ പണിക്കവീട്ടിൽ, TP പോൾ എന്നിവർ സംസാരിച്ചു. പോസ്റ്റ് ഓഫീസ് സേവനങ്ങൾ ജനങ്ങൾക്കരികിലേക്ക് എന്ന സന്ദേശവുമായി തപാൽ വകുപ്പ് പറവൂർ സബ് ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ കോടതി പരിസരത്ത് ഏകദിന തപാൽ മേള നടത്തി. SB സേവിങ്സ് അക്കൗണ്ട്, സുകന്യ സമൃദ്ധി അക്കൗണ്ട്, മാസ വരുമാന പദ്ധതി, സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം, റെക്കറിംഗ് ഡെപ്പോസിറ്റ്, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്, പരിധികളില്ലാത്ത നിക്ഷേപങ്ങൾ, നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്, കിസാൻ വികാസ് പത്ര, മഹിളാ സമാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് എന്നിവയാണ് മേളയിലൂടെ പരിചയപ്പെടുത്തിയത്. തപാൽ മേള പറവൂർ തഹസിൽദാർ ടോമി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. മുനിമൺ DYSP ജയകൃഷ്ണൻ, ആലുവ പോസ്റ്റൽ ഡിവിഷൻ സൂപ്രണ്ട് ജിസി ജോർജ്, പറവൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. ശ്രീനാരായണപുരത്ത് BMC കർമ്മ പദ്ധതി പരിശീലന ക്യാമ്പ് നടത്തി. കർമ്മ പദ്ധതി തയ്യാറാക്കലിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് MS മോഹനൻ നിർവഹിച്ചു. വാർഡ് മെമ്പറും BMC അംഗവുമായ KR രാജേഷ് അധ്യക്ഷത വഹിച്ചു. ജൈവ വൈവിധ്യ പരിപാലന സമിതി ജില്ലാ കോർഡിനേറ്റർ ഫെബിൻ ഫ്രാൻസിസ്, BMC സാങ്കേതിക ഉപദേഷ്ടാവ് ഡോക്ടർ അമിതാഭ് ബച്ചൻ തുടങ്ങിയവർ ക്ലാസ് നയിച്ചു. കേരള NGO യൂണിയന്റെ നേതൃത്വത്തിൽ മേഖലാ മാർച്ചും ധർണയും ചാലക്കുടിയിൽ നടത്തി. ചാലക്കുടി, കൊടുങ്ങല്ലൂർ, ഇരിഞ്ഞാലക്കുട ഏരിയയിലെ ജീവനക്കാരുടെ നേതൃത്വത്തിലായിരുന്നു ധർണ. NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം ലക്ഷ്മി ദേവി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം C ആനന്ദ് അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് RL സിന്ധു, ഏരിയ സെക്രട്ടറി KM മഞ്ജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പൂരം കലക്കിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തൃശൂരിൽ കമ്മീഷണർ അഴിഞ്ഞാടുകയായിരുന്നുവെന്നും സതീശൻ. ഒരു വർഷം മുമ്പ് പെൺകുട്ടിയെ പീഡിപ്പിച്ച വൈദികനെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തു. മാള പ്ലാവിൻമുറി ദേവാലയ വികാരിയായിരുന്ന റീസ് വടാശ്ശേരിക്കെതിരെയാണ് മാള പോലീസ് കേസെടുത്തത്. കേരള വിഷൻ സംരംഭക കൺവെൻഷൻ സെപ്റ്റംബർ 5-ന് തൃശൂർ ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കും. ഈ സാമ്പത്തിക വർഷത്തിൽ 5 ലക്ഷം വീതം ബ്രോഡ്ബാൻഡ് ഡിജിറ്റൽ കേബിൾ TV വരിക്കാരെ കണ്ടെത്തുകയാണ് ലക്ഷ്യം. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.